പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യവകട്ടെ. ഈശോ, അങ്ങയുടെ മക്കൾ അവർക്ക് അങ്ങ് നൽകുന്ന ഓരോരോ ഹോംവർക്കുകൾ, ഗൃഹപാഠങ്ങളെല്ലാം അങ്ങയുടെ വലിയ സ്നേഹത്തെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള അങ്ങയുടെ ദൈവവിളിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഇന്ന് യാത്ര ചെയ്യുന്നവർ, രോഗികളായിരിക്കുന്നവർ, ഇന്ന് പ്രസവിക്കുന്നതിന് വേണ്ടി ഡേറ്റ് ഇട്ടിരിക്കുന്ന അമ്മമാർ, ഇന്ന് പ്രഗ്നൻ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ കർത്താവേ, ഈ ടെസ്റ്റ് എങ്ങനെ വെക്കണമെന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ കണ്ണീരോടെ ഇട്ടിട്ട് പല പ്രാവശ്യം ഈശോൻ്റെ അമ്മയും മുത്തിക്കൊണ്ട്
ആ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവർക്കെല്ലാം നല്ല ഫലം കൊടുക്കണേ കർത്താവേ. പരീക്ഷയ്ക്ക് പോകുന്നവർ, റിസൾട്ട് നോക്കാൻ പോകുന്നവർ, ജപ്തി നടപടിയിലേക്ക് പരിഹാരം കാണാൻ പോകുന്നവർ, ആരെല്ലാം കർത്താവെ കണ്ണീരോടെ പോകുന്നു, അവരെല്ലാം ജയഘോഷത്തോടെ നിൻ്റെ നാമത്തിൽ അർപ്പോ വിളിച്ചുകൊണ്ട് കർത്താവെ തിരികെ വരാൻ ദൈവത്തെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാമ പരിശുദ്ധമ ദൈവമാതാവ് യേശു ക്രിസ്തുവിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും വളർത്തുകയും കുരിശിൻ്റെ ചുവട് നിൽക്കുകയും ദൈവത്തിന് നീതി നിറവേറ്റുകയും ചെയ്ത അമ്മ കന്യാസി മറിയം നിങ്ങളെ മാധ്യസ്ഥം വഹിക്കുകയും നിങ്ങളെ ആശീർവദിക്കുകയും ദൈവനാമം മഹത്വപ്പെടുത്താൻ വേണ്ടി പിതാവായ ദൈവം നിങ്ങളെ യേശു ക്രിസ്തു തിരഞ്ഞെടുത്തു എന്നുള്ള ബോധത്താൽ ദൈവത്തിലെ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മോടുകൂടെ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീവ്രത അതിന് കുറഞ്ഞ് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. 1 Thessalonians 5:19. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അതാ ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ഇപ്പം ആത്മാവിന് ഒരു ടെൻഡൻസി ഉള്ളത്, പെട്രോൾ വെയിലത്ത് വെച്ചിരുന്ന ആവിയായി പോകത്തില്ലേ, അളവിലും കുറവുണ്ടാവും. നമ്മൾ ഈ വലിച്ചു കെട്ടിയ ലൈൻ കമ്പിയിൽ വല്ല ഓലമടല, വല്ല തെങ്ങ്, വല്ല ഈ വൃക്ഷത്തിൻ്റെ കമ്പ വീണ് കഴിഞ്ഞാൽ പ്രസരണ നഷ്ടം ഉണ്ടാകത്തില്ലേ. അതുപോലെ തന്നെ ദൈവാത്മാവിൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് ലോകാരൂപി മുട്ടിയാലും ചോർച്ച ഉണ്ടാകും. ലോകാരൂപി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 5:19 എടുത്ത് ഗലാത്യർ. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ തുല്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇതാണ് ഈ പ്രസരണ നഷ്ടം ഉണ്ടാക്കുന്നത്. ദൈവാരൂപി നമ്മുടെ ഉണ്ടെങ്കിലും ഈ ലോകാരൂപി വന്ന് മുട്ടിക്കഴിഞ്ഞാൽ പ്രസരണ നഷ്ടം ഉണ്ടാകും. എന്താണ് അത്? 1 Thessalonians 5:19 അനുസരിച്ച് നിർവീര്യമാവും, വീര്യശക്തി പോകും പരിശുദ്ധാത്മാവിൻ്റെ. പരിശുദ്ധാത്മാവ് ലോകാരൂപിയെ കൊണ്ട് പ്രസരണ നഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവ് ബാക്കി ഉണ്ടാകത്തില്ല. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ക്രിസ്ത്യ ജീവിതം നയിക്കും എന്ന് ചോദിച്ചാൽ കർത്താവ് അതിന് ഉത്തരം പറയുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കത്തില്ലേ? മത്തായി 19:10-11. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഭാര്യാഭർത്തൃ ബന്ധം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ക്രിസ്തീയ ജീവിതം അത് തന്നെ ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ വിവാഹം ചെയ്തിരിക്കുന്നതല്ലേ ഭേദം. ക്രിസ്തീയ ജീവിതം അസാധ്യമാണെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കാതിരിക്കുന്നതല്ലേ ഭേദം എന്ന് ചോദിക്കുന്നത് തുല്യമാണിത്. അപ്പം അതിന് ഈശോ പറഞ്ഞ മറുപടി നോക്കിയേ. അവൻ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. അപ്പം കൃപ ലഭിക്കണമെന്നാണ് പറയുന്നത്. ഇതിന് തനത് കൃപയെന്ന് പറയും. ഓരോ സബ്ജക്റ്റ് വൈസ് കൃപയുണ്ട്. ഇതിന് നമ്മൾ യുണീക്ക് ഗ്രേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തനത് കൃപ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഭക്തി കുറഞ്ഞു പോയി, അതെന്താ? പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ഭക്തി. അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? 1 Thessalonians 5:10 വർക്കൗട്ട് ചെയ്തിട്ട് ആത്മാവ് നിർവീര്യമായതാണ്. ഏഷണിയും പരദൂഷവും നിങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ മത്സരത്തിൻ്റെ ചെന്ന് ചാടി അത് ലോകാരൂപി ആയത് കാരണം വീണ്ടും പ്രസരണം നഷ്ടമുണ്ടാകും, ആത്മാവ് നിർവീര്യമാകും. ആത്മാവ് നിർവീര്യമാക്കരുത് എന്നാണ് പറയണത്. അപ്പോൾ ആരാണ് ആക്കണത്? അതാരാണ്? നമ്മളാണ്. പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രിക്കോഷ്യസ് റെമഡി എടുക്കാം, അല്ലേ, ഒരു മുൻകരുതലെടുക്കാം. പക്ഷേ അങ്ങനെയല്ല സംഭവം. രോഗം വരുത്തരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് എന്താണ്? ആരോഗ്യമായിട്ടിരിക്കണമെന്നല്ലേ. നിങ്ങൾ നിർവീര്യമാക്കരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർവീര്യമാക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ നിർവീര്യമാക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയല്ല ചെയ്യണത്, വീര്യപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുതെന്ന് പറയുമ്പോൾ തന്നെ 1 Thessalonians 5:19 പരിശുദ്ധാത്മാ നിർവീര്യമാക്കരുത് എന്ന് പറയുമ്പോൾ ആ കർമ്മം ചെയ്യണത് ആരാണ്? അത് നമ്മളല്ലേ. അപ്പോൾ അതിന് ചെയ്യേണ്ട മാർഗം, നമ്മളാണ് നിർവീര്യമാക്കണമെങ്കിൽ നമ്മൾക്ക് അതുപോലെ തന്നെ വീര്യപ്പെടുത്താനും പറ്റും. നമ്മൾ ആത്മാവിനെ വീര്യപ്പെടുത്താൻ വേണ്ടി നിലപാടെടുത്തിട്ട് മുന്നോട്ട് പോയാൽ പിന്നെ നിർവീര്യമാക്കരുതെന്നുള്ളത് അപ്രസക്തമായി പോകും. ആധ്യാത്മിക വിഷയം അങ്ങനെയാണ് കൈകാര്യം ചെയ്യണത്.
അപ്പോൾ നിങ്ങളിതൊക്കെ ചോദിക്കും, ഇതൊക്കെ വല്ലതും നടക്കുമോ അച്ഛാന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കേട്ടിരിക്കുന്നവരൊക്കെ ഈ 0 വോൾട്ടേജുള്ള ആൾക്കാരുണ്ടാവുമല്ലേ, ഇതൊക്കെ വല്ലതും നടക്കണ കാര്യമാണോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, കർത്താവിനോട് ചോദിച്ചില്ല ആ ചോദ്യം അങ്ങനെയാണെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചോദിച്ചില്ലേ? അപ്പോൾ മനുഷ്യർക്കിത് അസാധ്യമാണ്, ദൈവത്തിനെല്ലാം സാധ്യമാണ്. ആ വചനം എടുത്തേ, മത്തായി 19:26. യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായിരിക്കും, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പം നിന്നെ വിശുദ്ധി നിലനിർത്താൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എന്താ പഠിപ്പിച്ചത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. എൻ്റെ പേര് ലിൻസി സാറ ജോൺ. ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നു. സെൻറ്റ് മാർക്സ് ചർച്ചിലാണ് ഞാൻ അവിടെ കൂടി വരുന്നത്. ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നത് എൻ്റെ അമ്മയ്ക്കും എൻ്റെ തിരുകുമാരനുമാണ്. എനിക്ക് ഇങ്ങനെ ഒരു സാക്ഷി പറയാൻ ഒരു അവസരം തന്നതിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഒരിക്കലും ഈ അമ്മ ചെയ്ത അനുഭവത്തിന് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. എന്നും ഞാൻ നന്ദിയുള്ളവളായിരിക്കും. ഞാൻ 2020 ജാനുവരി 2-ാം തീയതിയാണ് ഞാൻ ഇവിടെ വരുന്നത്. ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നത് യൂട്യൂബ് വഴിയാണ്. കാരണം ഞാൻ വളരെയധികം വിഷമങ്ങളുള്ളപ്പോൾ യൂട്യൂബ് ഇങ്ങനെ കാണും, പ്രാർത്ഥനകൾ കാണും. അപ്പോൾ എനിക്ക് മാതാവിൽ ഒത്തിരി വിശ്വാസമാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം കൃപാസനത്തെക്കുറിച്ച് കാണാൻ എനിക്കിടയായി. ഞാനത് കണ്ടു കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് കൃപാസനത്തിൽ വരണം, എനിക്കറിയില്ല എങ്ങനെ വരണമെന്നറിയില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിലൂടെ നോക്കി ഗൂഗിൾ വഴി സെർച്ച് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിനെ നാട്ടിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ എൻ്റെ നാട് പത്തനംതിട്ടയാണ്. അപ്പം ബ്രദർ പറഞ്ഞു, നീ വാ, കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ വന്നു, ഞാനും എൻ്റെ മകനും കൂടെ വന്നു. ഞാൻ ഇവിടെ കൃപാസനത്തിൻ്റെ വാതിക്കൽ വന്നപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരുന്നു. എനിക്കറിയില്ല എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് അത്രയേറെ വിഷമത്തോടെയാണ് ഞാൻ വന്നത്. കാരണം എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലിയില്ല, ഒന്നുമില്ല. എൻ്റെ മോനെ നോക്കി വളർത്തണം. ഞാനും എൻ്റെ ഹസ്ബൻഡുമായി സെപ്പറേറ്റഡ് ആണ്. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പേരിൽ കുറേ കേസുകൾ കൊടുക്കുന്നു. എനിക്ക് നാട്ടിൽ വരാൻ ഭയമാണ്. കാരണം എൻ്റെ ഭർത്താവ് എന്നെ കൊല്ലുമെന്നുള്ള പേടി. കാരണം എനിക്ക് എൻ്റെ മോനെയും കൂടെ നാട്ടിൽ വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ കേസിന് വരുമ്പോൾ ഞാൻ പേടിച്ചാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ പോകത്തില്ല, വേറെ ആരുടെയെങ്കിലും വീട്ടിൽ പോയി നിന്നിട്ടാണ് ഞാൻ കോടതിയിൽ പോകുന്നത്. കാരണം എൻ്റെ ഭർത്താവ് എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊല്ലും. കുറേ പ്രാവശ്യം അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ മാതാവേ, എനിക്കറിയില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, എന്നെ അവിടുന്ന് സംരക്ഷിക്കണം. എൻ്റെ ഈ കേസെല്ലാം പിൻവലിച്ച് എനിക്കൊരു സമാധാനമായൊരു ജീവിതം തരണം. അത് മാത്രം. ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടി വെച്ചതാണ്. രണ്ടാമതായിട്ട് ഞാൻ എൻ്റെ പാസ്പോർട്ട് എൻ്റെ ഹസ്ബൻഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്. എനിക്കൊരു വിദേശത്ത് പോകാൻ പറ്റുകയില്ല. ഒരു രീതിയിലും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതിനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ ആ ഇഷ്യൂ ഒന്ന് മാറ്റി തരണേ, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. മൂന്നാമത് ഞാനൊരു ഭവനത്തിനായിട്ട് ആവശ്യപ്പെട്ടു. എൻ്റെ അമ്മ, ഞാൻ വാടക വീട്ടിലാണ് ഈ കുഞ്ഞിനെ കൊണ്ട് കഴിയുന്നത്, എനിക്ക് യാതൊരു മാർഗ്ഗമില്ല. കാരണം അവിടെയൊക്കെ ജോലി ചെയ്താൽ വാടക കൊടുക്കാനേ ഉള്ളൂ, എനിക്കൊന്നുമില്ല. എൻ്റെ മോൻ അവിടെ പഠിപ്പിക്കണം, കേസിന് വക്കീലിന് കൊടുക്കണം, എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഭവനത്തിനായിട്ട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ വചനം എഴുതി പ്രാർത്ഥിച്ചു. 1000 തവണ ഞാൻ എഴുതി പ്രാർത്ഥിച്ചു, മുട്ടേതിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എന്നും പള്ളിയിൽ, അവിടെ മാതാവിൻ്റെ പള്ളിയുണ്ട്, ശനിയാഴ്ച തോറും കാൻമാർക്കറ്റ് പള്ളിയിൽ ഞങ്ങൾ പോകും. ഞാനും മോനും കൂടാണ് പോകുന്നത്, പ്രാർത്ഥിക്കും. ഞാൻ പറയും, എൻ്റെ മാതാവ്, എനിക്കൊരു ഭവനം വേണം. കാരണം എൻ്റെ നാട്ടിൽ എനിക്ക് പറ്റത്തില്ല വരാൻ, എൻ്റെ മോനെ എനിക്ക് വളർത്തണം, എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എന്നും ഇങ്ങനെ ഞാൻ കരയുമ്പോൾ എൻ്റെ മോൻ എൻ്റെ കണ്ണുനീര് മാറ്റും. എൻ്റെ മമ്മി കരയണ്ട, നമുക്ക് ഈശോ വീട് തരും, അമ്മ നമുക്ക് വീട് തരും എന്നും പറഞ്ഞ് എൻ്റെ മോനെ ആശ്വസിപ്പിക്കും. ഞാനൊരു വീടിന് അപേക്ഷ കൊടുത്തു. എൻ്റെ കയ്യിൽ ആ വീട് നോക്കാൻ പോകുമ്പോൾ 500 രൂപയും എൻ്റെ അമ്മ മാതാവിൻ്റെ കാശ് രൂപ മാത്രമേ ഉള്ളൂ, എൻ്റെ വേറെ ഒന്നുമില്ല. ഞാൻ പോയി വീട് കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുക, എനിക്ക് 1 മുറിയിലൊരു വീട് മതി. പക്ഷേ ഞാൻ പോയി കണ്ടത് എനിക്ക് 3 മുറിയിലൊരു വീട്. എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു വീട് ഞാൻ പോയി കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ജോലി, വരുമാനം ഒന്നും സ്ഥിരമില്ല. ഞാൻ ബാങ്കിൽ, അവർ പറഞ്ഞ് നിങ്ങൾക്ക് തരും, 90% ലോൺ തരും, ബാങ്കിൽ നിങ്ങൾ പേപ്പർ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പേപ്പർ കൊടുത്തു. ബാങ്ക് മാനേജർ എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ ജോലിയെക്കുറിച്ച് പറയാം. ഞാനൊരു നേഴ്സാണ്, പക്ഷേ ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് എക്സ്പീരിയൻസ് കൂടുതലാണെന്ന് എന്നെ റിജക്റ്റ് ചെയ്യുവാണ്. എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലിയില്ല. അപ്പം ഞാൻ ഹോം കെയർ പോലെ ഡെയിലി വേജസിന് ഞാൻ ജോലി ചെയ്യുന്നു. ബാങ്കിൽ ചെന്നു, ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് തരാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം നിങ്ങൾ എങ്ങനെ തിരിച്ചടയ്ക്കും? കാരണം മാസം 30,000 രൂപ അടയ്ക്കണം, നിങ്ങൾ എങ്ങനെ അടയ്ക്കും? അപ്പം ഞാൻ ഓക്കെ, താങ്ക് യു സാർ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക്, മാതാവേ, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു വീടാണ്, നിൻ്റെ രൂപം കൊണ്ട് ഞാൻ കയറിയ ആദ്യത്തെ വീടാണ്, പക്ഷേ എനിക്ക് ആ വീട് വേണമല്ലോ. അന്നോട്ട് കരഞ്ഞു. കറക്റ്റ് 7 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു തിങ്കളാഴ്ച 9 മണിയായപ്പോൾ എന്നെ വിളിച്ചു ബാങ്കിൽ നിന്ന്, മാഡം ഫ്രീ ആണെങ്കിൽ ബാങ്കിൽ വരാമോ? ഞാൻ പറഞ്ഞു വരാം. ഞാൻ ചെന്നു. ഞാൻ മാതാവിൻ്റെ കാശ് രൂപ എൻ്റെ വലത്തേ കയ്യിൽ വെച്ചു. ഞാൻ പറഞ്ഞു, അമ്മേ, എന്തെങ്കിലും ഒരു വഴി തരണേ. ഞാൻ ചെന്നു ഇരുന്നു. എന്നോട് പറഞ്ഞത്, മാഡം സൈൻ ചെയ്ത് ലോൺ സാങ്ഷനായി. എനിക്ക് 26 ലക്ഷം രൂപ ലോൺ സാങ്ഷനായി. എനിക്ക് വീട് എൻ്റെ അമ്മ എനിക്ക് തന്നു.
ഞാൻ എൻ്റെ വീട് വെഞ്ചരിച്ചപ്പോൾ എൻ്റെ അമ്മയാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ പള്ളിയിലെ അച്ഛനോട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയെ വെച്ചിട്ട് ഞാൻ എന്ത് വെക്കുകയുള്ളൂ. എൻ്റെ മോനും അതുപോലെയാണ്. എൻ്റെ മോന് ആദ്യം വിശ്വാസമൊന്നുമില്ല, കുഞ്ഞുകുട്ടിയാണ്. പക്ഷെ അവന് കാർട്ടൂണും കാര്യങ്ങളും കാണുമ്പോൾ ഞാനിങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുക്കും. നമുക്ക് ഈശോ തന്നത് എല്ലാം ഉള്ളൂ, നമുക്കൊന്നുമില്ല മോനെ, നമുക്കൊന്നുമില്ല. പക്ഷെ ഞാൻ അവന് ഉപ്പും തേനും ഒക്കെ കൊടുത്ത് അവന് ഒത്തിരി വിശ്വാസമായി. എക്സാമിന് എന്ന് രാവിലെ 6:45 സ്കൂളിൽ പോകാൻ ഇറങ്ങുമ്പം അമ്മ പ്രാർത്ഥിക്കുക, ഓടി പ്രേയർ റൂമിൽ പോവും, പ്രാർത്ഥിക്കും. എന്നോട് പറയും, അമ്മ ഓയിൽ എനിക്ക് തേച്ചതാ. അപ്പം ഞാൻ കുരിശ് വരച്ച് അങ്ങനെയാണ് എൻ്റെ മോൻ പോകുന്നത്. ഒരു ചെറിയ കാശ് രൂപമുണ്ട്, അത് എന്നും അത് സ്കൂളിൽ കൊണ്ടുപോകും. ഒരു ദിവസം പോലും മാറ്റി വെക്കത്തില്ല. അവൻ്റെ ക്രിസ്ത്യൻ സ്കൂളാണ്, പക്ഷേ അതൊന്നും അലൗഡ് അല്ല. എങ്കിലും അവൻ്റെ കയ്യിലൊരു ചെറിയൊരു റോസറി ഉണ്ട്, റോസറി വെക്കും. പോകുന്ന വഴിക്ക് എല്ലാം വിശ്വാസ പ്രമാണം എൻ്റെ മോൻ ചൊല്ലും. ഞാൻ ചിലപ്പോൾ എനിക്ക് സ്പൈന് പ്രോബ്ലം ഉണ്ട്, അപ്പം ഞാൻ പറയും, മോനെ വിശ്വാസ പ്രമാണം ചൊല്ല, എനിക്ക് ഓയിലിട്ട് തരാം. ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് കുരിശ് വരച്ചിട്ട് തന്നിട്ട്, അമ്മ കുറഞ്ഞോ? ഇപ്പം ഞാൻ പറയും, മോനെ കുറവുണ്ട്. അങ്ങനെ എൻ്റെ മോന് നല്ല വിശ്വാസമായി. എൻ്റെ ഹസ്ബൻഡുമായുള്ള പ്രശ്നത്തിൽ ഞാൻ എൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു ദിവസം ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു. ഒന്നും തന്നില്ല. അത് കഴിഞ്ഞ് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കേസുകളെല്ലാം പിൻവലിച്ചു, ഒരു കേസ് പോലും ഇല്ല. കോടതി കുടുംബക്കോടതി നിന്ന് എൻ്റെ കുട്ടിയെ കൊടുക്കണമെന്നൊരു ഓർഡർ വരെ എനിക്ക് വന്നതാണ്. പക്ഷെ എന്നോട് പറഞ്ഞു, എനിക്ക് കുഞ്ഞിനെ തിരിച്ച് വേണ്ട, നീ കുഞ്ഞിനെ നോക്കിക്കോ, അവന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാം. ഞാൻ പറഞ്ഞു, ഒത്തിരി നന്ദി എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നെ ആ ഹസ്ബൻഡാണ് എന്നെ ഇവിടെ കൊണ്ട് എന്നെ ആക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയത്. എന്നോട് പറഞ്ഞു, കഴിഞ്ഞിട്ട് വിളിക്കുക, ഞാൻ തിരിച്ചു കൊണ്ടാക്കണം. ഞങ്ങളിവിടെ ഹോട്ടലിലാണ് ഇപ്പം താമസിക്കുന്നത്. ഞാൻ ഇതിനു വേണ്ടി 3 പ്രാവശ്യം ടിക്കറ്റ് എടുത്തു, പക്ഷേ എനിക്ക് വരാൻ പറ്റുന്നില്ല. വെള്ളപ്പൊക്കം മറ്റു കാരണങ്ങൾ എനിക്ക് വരാതെ ഞാനത് ക്യാൻസൽ ചെയ്തു. ഈ പ്രാവശ്യം എന്തായാലും ഞാൻ വരുമെന്ന് ഉറപ്പിച്ചു. എൻ്റെ അമ്മ മാതാവ് എന്നെ കൊണ്ട് എത്തിച്ചു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഏപ്രിൽ 22-ാം തീയതി കാർ ഓടിക്കുമായിരുന്നു. പെട്ടെന്ന് സ്റ്റിയറിങ്ങിന് കയറി തീ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പെട്ടെന്ന് ഡോറ് തുറന്ന് ബെൽറ്റ് വന്ന് ആ സമയം കൊണ്ട് ഫുള്ള് തീ കത്തി. അവൾ പറയുന്ന, ചേച്ചി ഞാൻ മരണം മുന്നിൽ കണ്ടു. ഞാൻ ആദ്യം ഓർത്തത് ചേച്ചിയാണ്. ചേച്ചി എപ്പോഴും പറയും പ്രാർത്ഥിക്കണം. പക്ഷെ ഞാൻ അന്നേരം ഓർത്തു എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ ഒരു കൂട്ടുകാരി വിളിച്ചിങ്ങനെ പറഞ്ഞു, അവൾക്കിങ്ങനെ പറ്റി, ഒറ്റയ്ക്കകത്ത് കയറ്റിയെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് മോനോട് പറഞ്ഞു, കാശ് രൂപ എടുത്തു. ഞാൻ നേരെ പോയി ചെന്നപ്പോൾ ഓറ്റിന്ന് ഇറക്കാറായിരിക്കുന്നു. ഓറ്റിന്ന് എന്ന് കണ്ടപ്പോൾ കഴുത്ത് തൊട്ട് താഴെ വരെയും അവളെ പൊതിഞ്ഞു കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്കത് കണ്ട് സഹിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ, ഇവക്ക് നടക്കണം, വലത് സൈഡും വലത് കൈയും, അവൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവക്ക് നടക്കണം, അവിടെ സ്വന്തം കാര്യം ചെയ്യണം. എൻ്റെ അമ്മ മാതാവ് അത്ഭുതം പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ സഞ്ചാരി മാതാവേ, നീ വാ എന്നും ഞാൻ പറഞ്ഞ് അവിടെ നെറ്റിയിൽ ഞാനിങ്ങനെ കാശ് രൂപം വെച്ചു, പ്രാർത്ഥിച്ചു. അവൾക്ക് ഭയങ്കര വേദനയാണ്. കാരണം ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര പൊള്ളലാണ്. അവൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഏത് സെഡേഷൻ കൊടുത്താലും അവൾക്ക് ഉറക്കമില്ല. അവൾ 3 മാസം ഉറങ്ങിയില്ല. ഞാനിങ്ങനെ ചെല്ലും, കാരണം എനിക്ക് സ്റ്റെയർ കേസുകളൊന്നും കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ ആഴ്ചയിലേ പോകത്തുള്ളൂ. ഞാൻ ചെന്നു പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞാൻ ഇതുപോലെ പത്രം എൻ്റെ കിട്ടി. ഞാൻ പത്രം കൊണ്ട് അവിടെ തലയുടെ കീഴിൽ വെച്ചു. പറഞ്ഞിട്ട്, നീ പ്രാർത്ഥിക്കുക, നീ ഒരു കത്തോലിക്ക വിശ്വാസിയല്ല, നീ പ്രാർത്ഥിക്കുക, നീ അമ്മയിലേക്ക് തിരിച്ചു വാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ചു. അന്നോട്ട് അവൾ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി ഉപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ധാരധാരയായിട്ട് ഒഴിച്ചു. അവൾ പറയുന്നത്, ചേച്ചി ഫ്രിഡ്ജിൽ നിന്ന് ഒരു തണുപ്പ് അനുഭവിക്കുന്ന പോലെ എൻ്റെ കൈകളിൽ എനിക്ക് തണുപ്പ് അനുഭവിക്കുന്ന, എനിക്ക് ചേച്ചി ചൂടില്ല, എനിക്ക് ഒത്തിരി ആശ്വാസമുണ്ട്. അങ്ങനെ അവൾക്ക് വളരെ അത്ഭുതകരമായ ഒരു സൗഖ്യം കിട്ടി. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നാളെ അവൾ വന്ന് സാക്ഷി പറയും. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയാണ്, സൗദിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം വയ്യാതെ വന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറാണ് വന്നത്. അങ്ങനെ നാട്ടിൽ വന്നു, ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു. അത് 2020-ലായിരുന്നു. അതിനുശേഷം 2022-ൽ മസ്കറ്റിലേക്ക് പോയി. അവിടെ ചെന്ന് ജോലി ഒരു 5-6 മന്ത് ചെയ്തതിന് ശേഷം ഒരു ദിവസം പെട്ടെന്ന് വയ്യാതെ വന്നു. ഡോക്ടറെ അവിടെ കാണിച്ചു. പുള്ളിക്കാരി ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ക്യാൻസറാണ്, നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ അന്ന് രാത്രി തന്നെ അവർ പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോട്ടിക്ക് എത്ര ദിവസത്തെ ലീവ് എടുത്ത് വേണമെങ്കിലും ചെയ്തോ, ട്രീറ്റ്മെൻറ്റ് ചെയ്തോ. പിറ്റേ ദിവസം ഫ്ലൈറ്റിന് വന്നു. ഇവിടെ റെയ്ന മെഡിസിറ്റിയിൽ കാണിച്ചു. ഡോക്ടർ സർജറി രാവിലെ കാണിച്ചു. പിറ്റേ ദിവസം രാവിലെ PSC കഴിഞ്ഞു, സർജറി ചെയ്തു. അപ്പം ഞാൻ ലൈറ്റ് കാൻഡിൽ പ്രെയർ ഇട്ടു. എൻ്റെ ദൈവമേ, ഇനിയും തിരിച്ച് ഈ രോഗം അവൾക്ക് കൊടുക്കരുത്. കാരണം 2 കുട്ടികളുണ്ട്, ഒത്തിരി കടങ്ങളും ഒത്തിരി പ്രയാസങ്ങളുമാണ്. സ്വന്തമായിട്ടൊരു ഭവനമില്ല. പക്ഷേ സൗദിയിൽ ഒത്തിരി ജോലി പൈസയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് അവർ അതിനായിട്ട് വിനിയോഗിച്ചില്ല. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ 8 ലക്ഷം രൂപ കടം മേടിച്ചാണ് അവൾ മസ്കറ്റിന് പോകുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ, ഇങ്ങനെ ഒരു അസുഖം ഇനി അവൾക്ക് കൊടുക്കരുത്. ഞാൻ വന്ന് അവിടെ സാക്ഷി പറയാം, അവൾക്ക് വേണ്ടി ഞാൻ സാക്ഷി പറയാം. അവൾ വരുമ്പോൾ ഞാൻ അവളെ കൊണ്ടുവന്ന് സാക്ഷി പറയാം. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടു. ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നപ്പം അങ്ങനെ ഡോക്ടർ പറഞ്ഞത് ഒരു ഗ്രോത്തും ഇല്ല, അത് നോർമലായിട്ടൊരു മുഴയാണ്, ഒരു പ്രശ്നവുമില്ല.
അവൾ തിരിച്ച് മസ്കറ്റ് തിരിച്ചു പോയി. മാർച്ചിൽ വരുമ്പം ഇനിയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ധ്യാനം കൂടാമെന്ന് എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ദിവസവും അവൾ മാർത്തോമയാണ്. അപ്പോൾ അവൾക്ക് കൊന്ത ചൊല്ലാനോ പ്രാർത്ഥനയോ ഒന്നും അറിയത്തില്ല. ഞാൻ എല്ലാം എൻ്റെ ഫോൺ വഴി ഞാൻ അയച്ചു കൊടുത്തു. അതേപോലെ അവിടെ ബ്രദറിനും അങ്ങനെ തന്നെയായിരുന്നു. അവർക്ക് ഭയങ്കര വിശ്വാസം, അവരുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമായി. അവർ പറഞ്ഞു ഇനി മാർച്ചിൽ വരുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം എന്നൊരു പ്രോമിസ് എനിക്ക് തന്നിട്ടുണ്ട്.